ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ നൂഡിൽസ് ആണ്. ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനെ കൊണ്ട് എടുത്തേക്കുന്ന ചിക്കനാണിതിപ്പം. ബോൺലെസ് ചിക്കൻ വാങ്ങിച്ചിട്ട് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. കൊച്ചു പീസാക്കിയാൽ മതി. ഇതിനകത്ത് കുറച്ച് അരപ്പൊക്കെ തേച്ച് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ശേഷം മുളക് പൊടിയാണ്. മുളക് പൊടി 2 ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നമ്മുടെ ചോളപ്പൊടിയാണ്. ചോളപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോളപ്പൊടി. ശേഷം നമ്മുടെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനും ഈ ഇൻഗ്രീഡിയൻസും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 20 മിനിറ്റത്തേക്ക് ഇത് മാരിനേറ്റിന് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൂഡിൽസ്. ഞാനിപ്പോൾ ഇതൊരു 450 ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് വേവിക്കാനെ കൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തേക്കാണ്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യമേ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നൂഡിൽസ് തങ്ങളി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമുക്ക് പതിയെ ഇട്ട് കൊടുത്താൽ മതി, ദേഹത്ത് തെറിച്ച് വീഴരുത്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഈ നൂഡിൽസിന് ഒരുപാട് വേവൊന്നുമില്ല. ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും. അപ്പോൾ നൂഡിൽസ് അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ ഉപ്പ് മതി. ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയേക്കാം. ഇതുണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഊറ്റി എടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിപ്പോൾ ഊറ്റിയേക്കാണ്. ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസാക്കിയത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കുറേച്ച് ഇതളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ തങ്ങളി ഒട്ടിപ്പിടിക്കും. അങ്ങനെ നമുക്കത് വറുത്തെടുക്കണ്ട. നമുക്ക് ഓരോന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയേക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് നമ്മളിത് നല്ലോണം വറുത്തെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതിപ്പോൾ ഞാൻ 2 മുട്ട എടുത്തേക്കാണ്. നമുക്ക് ഇത് പൊരിക്കണം. ആദ്യമേ അതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ വെള്ളം ഒന്ന് വെന്ത് വരുമ്പം ഈ മഞ്ഞക്കരു പൊട്ടിക്കുക. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ. അപ്പോൾ നമ്മൾ ഇതേ കണക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒലത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇത് വാങ്ങിയേക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനകത്ത് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇത് നമ്മുടെ
വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്ത് പീസാക്കിയതാണ്, അത് ഇട്ട് കൊടുക്കാം നമുക്ക്. കൂടെ തന്നെ ഒരു പീസ് ഇഞ്ചി. അപ്പോൾ അത് മൂത്ത് വരുമ്പം നമുക്ക് നമ്മുടെ സവാളയാണ്, സവാള ചതുരത്തി അരിഞ്ഞതാണ്, അതൊരു 3 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ക്യാരറ്റാണ്, ഒരു ക്യാരറ്റ് എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതാണ്. ഇതിൻ്റെ എല്ലാ ഐറ്റംസും നീളത്തിലാണ്, സവാള ഒഴികെ ബാക്കി എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അത് നമുക്കിട്ട് കൊടുക്കാം. അതൊന്ന് പഴുത്ത് പോയെന്നേ ഉള്ളൂ ക്യാപ്സിക്കം, അതുകൊണ്ടാണ് മഞ്ഞ കളർ ഇരിക്കുന്നത്. ഇത് നമ്മുടെ സോയാ സോസാണ്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വേണം. ആദ്യമേ ഒന്ന് ഇളക്കിയിട്ട്, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. രണ്ടാമതൊരെണ്ണം കൂടി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചില്ലി സോസാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമ്മുടെ സോസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ചെയ്തിട്ട് മതി. നൂഡിൽസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ നൂഡിൽസ് ഇട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വറുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്തത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ചിക്കൻ വറുത്തത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിപ്പം. ഇപ്പോൾ ചിക്കൻ പീസ് ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ടയാണിത്, നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മുട്ട ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്കിനി ഇതിനകത്തോട്ട് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ഇത് സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ടെടുത്ത് കട്ട് ചെയ്തതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തേക്കാണ്. ലാസ്റ്റാണ് നമ്മൾ ഉപ്പിട്ടേക്കുന്നത്. ഉപ്പിട്ട് ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോസിനകത്തെല്ലാം സോൾട്ടഡ് സോസുകളായിരിക്കും, അതുകൊണ്ടാണ്. കണ്ടോ, അടിപൊളിയായിട്ട് ഇതേ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.